പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ വൈറലാവുകയാണ്. ഇതുവരെ ആരും കാണിക്കാത്ത മര്യാദയും മാന്യതയും കാണിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ജസ്റ്റർ ഒന്ന് വിശദമായി പരിശോധിക്കാം. ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആത്മവിശ്വാസത്തോടെയുള്ള ആ നിറഞ്ഞ ചിരി കണ്ടോ? എന്നാൽ ഏക് അകേല എന്ന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന മോദിയുടെ ഇപ്പോഴത്തെ ശരീരഭാഷ കണ്ടോ? എന്തൊക്കെ കളഞ്ഞുപോയതുപോലെയുള്ള നടത്തം. പോഡിയത്തിൽ എത്തിക്കഴിഞ്ഞു നിന്നുകൊണ്ടുള്ള ആ വിളറിയ ചിരിയോ? 400 പാറിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഇപ്പോൾ ഇതാ ചമ്മി ചളിച്ചു നിൽക്കുന്നു. ഇനി രാഹുലിന്റെ സത്യപ്രതിജ്ഞ കാണാം. I, Rahul Gandhi, having been elected a member of the House of the People, do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. Jai Hind, Jai Samvidhan. അവസാനം ഭരണഘടന ഉയർത്തിക്കാട്ടി ഭരണഘടന വിജയിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിറഞ്ഞ കൈയടി. ഇനിയുള്ളതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെയും വിവേകത്തിന്റെയും മാന്യതയുടെയും കുടുംബ മഹിമയുടെയും തെളിവ്. യഥാർത്ഥ വിവേകി ഉയരങ്ങളിൽ എത്തും തോറും എളിമ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രോട്ടൈം സ്പീക്കർക്ക് കൈ കൊടുക്കുന്നു, എന്നിട്ട് സൈഡിൽ നിൽക്കുന്ന ആ ഉദ്യോഗസ്ഥന് കൈ കൊടുക്കുന്നത് കണ്ടോ? എല്ലാവരെയും ബഹുമാനിക്കുകയും വിലമതിക്കുകയും സമഭാവനയോടെ കാണുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ നേതാവിന്റെ ജസ്റ്റർ. പിന്നെ പിറകിൽ അകലെയായി നിൽക്കുന്ന താഴ്ന്ന ഉദ്യോഗസ്ഥനെയും അഭിവാദ്യം ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ ആരും അവരോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അവരുടെ മുഖത്തെ ചാരിതാർത്ഥ്യം കണ്ടോ? ഒരു യഥാർത്ഥ ജനപ്രതി ഇങ്ങനെയായിരിക്കണം. അവർ ഒരിക്കലും രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു വലിയ നേതാവിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?